ഈ കച്ചവടത്തിന് നിങ്ങൾ നിൽക്കരുത്. കാരണം ഇത് വെച്ച് കച്ചവടം ചെയ്യുന്നത് നാളെ ആത്മാഭിമാനത്തോടെ ഈ ഇൽമ് സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരാളിനെ കച്ചവടക്കാരനാക്കുന്ന, ലജ്ജയില്ലാതാക്കുന്ന ഒരു പരിശീലനമാണെന്നുള്ളത് മറന്നുകൂടാ. ബഹുമാന്യരായ ഉസ്താദന്മാർ അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ കാലം. വാവൊളിച്ചവർ വ്ളോഗർമാർ, അങ്ങനെ ചില ആളുകളുണ്ട്. നല്ലൊരു ക്യാമറയും അത്യാവശ്യം നല്ലൊരു സംവിധാനമൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ വീഡിയോ എടുക്കാം, അത് പ്രചരിപ്പിക്കാം. ചില നല്ല താല്പര്യക്കാരുണ്ട്, അവർക്ക് ലോകം മുഴുവൻ നന്നാവണമെന്നാണ് ആഗ്രഹം. അതിന് അവരെ കൊണ്ട് പറ്റും വിധത്തിൽ അവർ വീഡിയോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, അതങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ പലതും സമൂഹത്തിന് ആത്യന്തികമായി ബാധിക്കുന്നതാണെന്ന് അവർ അറിയാത്തത് കൊണ്ടോ അതോ അതേക്കുറിച്ച് അങ്ങനെ ആലോചിക്കാത്തത് കൊണ്ടോ ശ്രദ്ധിക്കാതെ പോകുന്നു. ആ ഗണത്തിൽപ്പെട്ട ഒരു വീഡിയോയുടെ അല്പഭാഗമാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അദ്ദേഹം വളരെ ദുഃഖത്തോടുകൂടെ പറയുന്നത് ഏതാനും മുതാലിമീങ്ങൾ കലണ്ടർ വിൽപ്പനയ്ക്ക് വേണ്ടി ചെല്ലുന്ന ഒരു അവസ്ഥയെയാണ്. ഒരു വീഡിയോ അദ്ദേഹത്തിന് ആരോ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ക്ലിപ്പിന്റെ ആരംഭത്തിൽ അയാൾ അത് കാണിക്കുന്നുണ്ട്. രണ്ട് മുതാലിമീങ്ങൾ ഒരു കടയിലേക്ക് കയറി പോകുന്നു, അവര് ഇറങ്ങി വരികയും ചെയ്യും. ഇതേക്കുറിച്ച് വല്ലാതെ വിഷമിച്ച് അദ്ദേഹം കടന്നുറങ്ങി നേരം വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് യാദൃച്ഛികമായി വേറൊരു വോയിസ് കിട്ടും. ഏതോ മുതാലിം ഒരു വീട്ടിലേക്ക് കലണ്ടർ വിൽപ്പനയ്ക്ക് എത്തുന്ന സമയത്ത് ആ കുട്ടിയെ വല്ലാതെ വിമർശിച്ചുകൊണ്ട് ഭത്സിച്ചുകൊണ്ട് ഏതോ ഒരു വീടുടമസ്ഥൻ സംസാരിക്കുന്നതാണ് ആ വോയിസിലുള്ളത്. ഇത് രണ്ടും ചേർത്ത് വെച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നല്ലത് വിചാരിച്ചാവണം. അദ്ദേഹം പിന്നീട് അങ്ങ് പ്രഭാഷണം നടത്തും കലണ്ടർ വിൽപ്പനയുടെ മാരകമായ അവസ്ഥയെ കുറിച്ചും അത് സമൂഹത്തിനുണ്ടാക്കുന്ന വലിയ നഷ്ടങ്ങളെ കുറിച്ചും. വളരെ ബഹുമാനത്തോടുകൂടെ പറയട്ടെ, പിരിവ്, വിൽപ്പന ഇത്യാദി സംഗതികളൊന്നും അത്ര മോശം പരിപാടികളൊന്നും അല്ല. കച്ചവടം തീരെ മോശമല്ല. ഇസ്ലാമിൽ ധനാഗമന മാർഗങ്ങളിൽ ഏറ്റവും പ്രമുഖം ഏതാണെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. കൃഷിയാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, നല്ല കച്ചവടമാണെന്ന് പറഞ്ഞവരുണ്ട്. നല്ല കച്ചവടക്കാരൻ രക്തസാക്ഷികളോടൊപ്പം ഒരുമിച്ച് കൂടുമെന്ന് നബിവചനമുണ്ട്. ഇതുപോലെയുള്ള ബ്ലോഗർമാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. രക്തസാക്ഷി യുദ്ധത്തിന് പോകുമ്പോൾ വിജയിച്ച് മടങ്ങി വരുമെന്നൊരു ഉറപ്പില്ല. കച്ചവടക്കാരനും അങ്ങനെ തന്നെയാണ്. അവരുടെ കച്ചവടം വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ സത്യസന്ധനായി അവൻ കച്ചവടത്തിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടും. അവിടെ മഹാന്മാരാവുന്ന പൂർവികരെ കുറിച്ച് പഠിച്ചു നോക്കൂ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കച്ചവട സംഘത്തിലെ ഒട്ടകങ്ങളുടെ നിര മുന്നിൽ നിന്ന് നോക്കിയാൽ പിറകുഭാഗം കാണാത്ത അത്ര വിപുലമായിരുന്നു. പിൽക്കാലത്ത് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു. ഇമാം അലി റളിയല്ലാഹു അൻഹു ഉച്ചവരെ കച്ചവടം നടത്തിയിട്ട് പിന്നീട് നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ദർസ് പഠിപ്പിക്കുമായിരുന്നു. കച്ചവടം അത്ര മോശം പ്രവണതയല്ലെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇദ്ദേഹത്തിനും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. പക്ഷേ എന്തായാലും കച്ചവടം നടത്തുമ്പോഴേക്ക് ആകെ തല കീഴായി ലോകം മറിഞ്ഞു പോകുമെന്ന് താൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന വിചാരത്തിൽ നിന്നാണോ അല്ലയോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രചോദനം കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, അദ്ദേഹം പറഞ്ഞു കളഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഈ കലണ്ടർ വിൽപ്പന ഒരു മഹത്തായ കച്ചവടവും ഒരു സ്ഥാപനം നടത്താനുള്ള വലിയ സംവിധാനവുമായിട്ട് ഏതെങ്കിലും സ്ഥാപനക്കാര് കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഒരു കച്ചവടം നടത്തിയിട്ട് കലണ്ടർ ആവട്ടെ മറ്റോ ഒരു സ്ഥാപനം ആ ഒരൊറ്റ സീസണിലെ കച്ചവടം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ?
നമ്മുടെ ലളിതമായ ബുദ്ധിയിൽ ആലോചിച്ചാൽ മനസ്സിലാവും ഒരിക്കലും സാധ്യമല്ല എന്ന്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലിപ്പ് കേട്ടാൽ തോന്നും അദ്ദേഹം അതിൽ പരാമർശിക്കുന്ന സ്ഥാപനമാവട്ടെ, കലണ്ടർ വിൽപ്പനയ്ക്ക് വിദ്യാർത്ഥികൾ ഇറക്കുന്ന മറ്റേത് സ്ഥാപനമാവട്ടെ, അതൊക്കെ ജീവിച്ചു പോകുന്നതും ശമ്പളം നൽകുന്നതും അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അന്നം നൽകുന്നതും ഒക്കെ ഈ ഒരു കലണ്ടർ കച്ചവടത്തിന്റെ മഹാലാഭം കൊണ്ടാണ് എന്ന് വളരെ വിനയത്തോടു കൂടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ വയ്യ. ഒന്ന്, ഈ കലണ്ടർ വലിയൊരു ലാഭം കരുതിയല്ല സ്ഥാപനക്കാർ പുറത്തിറക്കുന്നത്. അതിന് അച്ചടിക്കൊക്കെ നല്ല ചെലവുണ്ട്. പിന്നെയോ ആ സ്ഥാപനത്തിന്റെ സാന്നിധ്യം ആ കലണ്ടർ വഴി ഓരോ വീട്ടിലും ഉണ്ടാകും. അങ്ങനെ വരുമ്പോ മുതാലിമീങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ, യതീമുകളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആ കലണ്ടറിലെ അഡ്രസ്സിലൊക്കെ ഒന്ന് ബന്ധപ്പെടാനുള്ള സാധ്യത. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, പ്രബോധകരാകാൻ വേണ്ടവരാണ് ഈ വിദ്യാർത്ഥികൾ. സമൂഹത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ വിവിധ ജനങ്ങളോട് സംവദിക്കേണ്ടവരാണ്. അപ്പോ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും, എതിർപ്പുകൾ ഉണ്ടാവും, വിമർശനങ്ങൾ ഉണ്ടാവും. നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നെഗറ്റീവ് അടികൾ ഉണ്ടാവും. അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നതിന്റെ പരിശീലനമാണ് കലണ്ടർ വിൽപ്പന വഴി ഒരു മുത്താലിമ് നേടുന്നത്. കുട്ടികൾ അന്തർമുഖരാകുന്നതാണ് ഇന്നത്തെ വലിയ പ്രശ്നം. ചോക്ലേറ്റ് ബേബികൾ എന്ന് പറയും. അന്തർമുഖരാവാതെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് എല്ലാ സമയത്തും നല്ല പ്രചോദിതരായി വളരേണ്ടത്, എനി ടൈം എനർജറ്റിക് ആവേണ്ടത് എങ്ങനെയാണ്? അതിനുള്ള ഒരു പരിശീലനമാണ് കലണ്ടർ വിൽപ്പന. കാരണം ഇദ്ദേഹം കേൾപ്പിച്ചതുപോലെയുള്ള വോയിസുകളിൽ പറയുന്ന ചില ആളുകളുണ്ടാവും, അവർ ഈ മക്കളെ നന്നായിട്ട് മാനം കെടുത്താൻ ശ്രമിക്കും. അതിനൊക്കെ പ്രതിരോധിച്ച് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിൽ നല്ലൊരു പ്രബോധകൻ രൂപപ്പെടും. മിക്ക പ്രവാചകന്മാരും ആടിനെ നോക്കിയിട്ടുണ്ടെന്നാണ്. എന്തിനാ? ആട് നമ്മൾ പറയുന്നത് പോലെ ജീവിക്കാത്തൊരു ജന്തുവാണ്. പലപ്പോഴും അങ്ങിങ്ങ് കടിച്ചുകൊണ്ടിരിക്കും. ആടിനെ നോക്കി പരിശീലനം ലഭിച്ചാൽ പിന്നെ തന്റെ പ്രബോധന ദൗത്യത്തിൽ അതൊരു നല്ല മുൻ പരിചയമാവും. വേറെ ലക്ഷ്യങ്ങളുണ്ട് ഈ കലണ്ടർ കൊണ്ട്. ഞാൻ തന്നെ പരാമർശിക്കുന്നുണ്ട്, മുതാലിമീങ്ങൾക്ക് ചിലപ്പോൾ കമ്മീഷൻ കിട്ടും. ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും അങ്ങനെ കമ്മീഷനൊന്നുമില്ല. ഈ കലണ്ടറിന്റെ ചെലവഴിച്ച് ബാക്കിയുള്ളത് ആ സ്ഥാപന നടത്തിപ്പിന് ഉപയോഗിക്കുക തന്നെയാണ്. പ്രത്യേകിച്ച് ആ മുതാലിമീങ്ങളുടെ സമാജം അവരുടെ ലൈബ്രറിയിലേക്ക് പുസ്തകം വാങ്ങുക, ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ. ഈ കമ്മീഷൻ ഉണ്ടെന്ന് വെക്കുക, അതാ മുതാലിമിന് ലഭിക്കുന്ന വലിയൊരു പ്രചോദനമാണ്. വലിയ വലിയ കോഴ്സുകൾ പഠിച്ച് വൻ ശമ്പളത്തിന് വേണ്ടി പ്രതീക്ഷിച്ചു നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ ആ കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ, അവന്റെ വീട്ടിൽ പോയി വരാനും നോട്ട് പുസ്തകം വാങ്ങാനും ഒക്കെ എന്തെങ്കിലും ഒരു സമ്പാദ്യം സ്വന്തമായി ഉണ്ടാകുന്നത് നല്ലതാണ്. അത് മാന്യമായ രീതിയിൽ ഒരു വിൽപ്പനയുടെ ലാഭമായിട്ട് അവന് ലഭ്യമാകുന്നതിന് എന്താണ് ഇത്ര മാനക്കേട് തോന്നാനുള്ളത്? അതുകൊണ്ട് ഇതുപോലെയുള്ള സഹോദരന്മാരോട് പറയാനുള്ളത്, കലണ്ടർ വിൽപ്പന എന്ന് പറഞ്ഞാൽ വലിയൊരു ധനാഗമന മാർഗമൊന്നുമല്ല. ഇദ്ദേഹം തന്നെ പറയുന്ന സ്ഥാപനത്തിൽ 25,000 കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവരെ ഒരു 2 ദിവസം തീറ്റിപ്പോറ്റാൻ പോലും കലണ്ടർ വിൽപ്പന കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമതായി ഇദ്ദേഹം പറയുന്നുണ്ട്, ആത്മാഭിമാനത്തിന് ഇത് ക്ഷതാണ്. കച്ചവടം നടത്തുന്നത് ആത്മാഭിമാനത്തെ ബാധിക്കുമോ? പല കുട്ടികളും കാണാലോ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ പരിശീലനാണിതെന്നും പറഞ്ഞിട്ട് പല വസ്തുക്കളും താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് വരുന്നു. തീരെ ആത്മാഭിമാനമില്ലാത്ത വളരെ മോശം ജനങ്ങളാണ് അവരൊക്കെ. വലിയ വലിയ കച്ചവടം നടത്തുകയും ആ സമ്പത്ത് കൊണ്ട് ദീനിനെ സേവിക്കുകയും കുടുംബത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ആളുകളുണ്ട്. അവരൊക്കെ വളരെ വൃത്തികെട്ടൊരു പരിപാടിയാണ് ചെയ്തത്. പിന്നെ പിരിവ്, അത് അത്ര മോശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിവ് നടത്തിയിട്ടില്ല. അവിടുന്ന് മിഹ്റാബിന്റെ ഓരോ സ്റ്റെപ്പിലും കയറി നിന്ന് ഇനിയും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തബൂക്കിന്റെ യാത്രയുടെ മുന്നോടിയായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു പിരിവ് നടത്തുമ്പോൾ 100 വീതം 3 സ്റ്റെപ്പിലെ ആവശ്യത്തിനും 300 ഒട്ടകവും അവയ്ക്ക് ചുമക്കാനുള്ള അത്ര സമ്പത്തും നൽകി ഇസ്ലാമിനെ സഹായിച്ചിട്ടില്ല. ആ ഒരു സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു ഉയർത്തിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലെ തന്റെ കൂട്ടുകാരനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടില്ല. സ്വഹീഹായ ഹദീസുകളിൽ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു തന്റെ മേൽമുണ്ട് ചുമലിലിട്ട് മറുവശം ഇങ്ങനെ വിരുത്തി പിടിച്ച് സഹാബാക്കൾക്കിടയിലൂടെ പിരിവ് നടത്തിയതും
റസൂലുള്ളാഹി തത്സമയത്ത് അതിനെ പ്രചോദനം നടത്തി പ്രഭാഷണം നടത്തിയത് നമുക്ക് കാണാൻ പറ്റുന്നു. പിരിവസ്ത്ര മോശം പ്രവണതയാണ്. അവനവന്റെ കാര്യത്തിനൊക്കെ പിരിവ് നടത്തുകയാണെങ്കിൽ ഇത്തിരി ഓച്ചാനിക്കേണ്ടി വരും. ഇതൊരു മഹത്തായ ദീനീ സംരംഭത്തിന്, സ്ഥാപനത്തിന് പിരിവ് നടത്താൻ എന്തിനാ ഇത്ര ഓച്ചാനിക്കേണ്ട കാര്യം എന്ന് മാത്രമല്ല, ഈ കലണ്ടർ വിൽക്കാൻ കുട്ടികളെ ഇറക്കാതിരിക്കാൻ ഇദ്ദേഹം ഒരു ഐഡിയ നിർദ്ദേശിക്കുന്നുണ്ട്. ഏതെങ്കിലും പള്ളിയിലെ ഖത്തീബിനെ കാണും, ആ മഹലിലെ 10-15 ആളുകളെ സംഘടിപ്പിക്കുക, എന്നിട്ട് അവരിൽ നിന്ന് പിരിവ് നടത്തുക. പിരിവിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു പിരിവിലേക്ക് പോകലാണോ പരിഹാരം? രണ്ടാമത്തേത്, ഒരു മഹലിലെ 15 പേർ വിചാരിച്ചാൽ 25,000 മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തെ എത്ര ദിവസം മുന്നോട്ടുണ്ടാവാൻ പറ്റും? അപ്പൊ പിരിവിനെ എതിർത്ത് പിരിവ് പരിഹാരം നിർദ്ദേശിക്കുന്നത് ഏത് ലോജിക്കാണ്? കച്ചവടം ശരിയല്ലെന്ന് പറയുന്നത് എത്രമേൽ അർത്ഥശൂന്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ഥാപനം നടത്തുന്ന ആളുകൾ അവരുടെ മക്കൾ എങ്ങനെ പിരിവിന് വിടുവാന്ന്. എനിക്ക് അറിയാവുന്ന, ഇദ്ദേഹമോ മറ്റോ പേര് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നിരവധി ഉസ്താദുമാർ അവരുടെ മക്കളൊക്കെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവരൊക്കെയും ആ സ്ഥാപനങ്ങളുടെ കലണ്ടറുമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി എല്ലാ മുത്താലിമീങ്ങളും കലണ്ടറുമായിട്ട് നടക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ പോലും എന്റെ 2 മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അവരും കലണ്ടർ വിൽപ്പനയ്ക്ക് നടക്കുന്നുണ്ട്. എന്റെ അറിവോടെയും സമ്മതത്തോടെയും കൂടെ. പിതാവ് എന്നുള്ള നിലയ്ക്ക് അതൊരു ലജ്ജാപരമായ ആത്മാഭിമാനം നശിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നല്ല, അന്തർമുഖരായി വീട്ടിലിരിക്കുന്ന, ആരോടും സംസാരിക്കാത്ത, പുതിയ ഭാവത്തിലുള്ള വിദ്യാർത്ഥിയാകാതെ ജനങ്ങളോട് ഇടപെട്ട് അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കാനുള്ള പര്യാപ്തതയിലേക്ക് ഉയരുന്ന ഒരു മുതാലിമായിട്ട് അവർ മാറുമെന്നാണ് ഈ കലണ്ടർ വിൽപ്പന കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ മക്കളെ വിടുമെന്നൊക്കെ ചോദിക്കുന്നത് ഈ വസ്തുതയൊന്നും അന്വേഷിക്കാതെയാണ്. ഈ കലണ്ടർ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച, ഈ കലണ്ടർ വിൽപ്പന നടത്തിയ സ്ഥാപനത്തിൽ തന്നെ എത്ര അധ്യാപകരുണ്ടാകും? അവരുടെയൊക്കെ മക്കൾ ആ സ്ഥാപനത്തിലോ മറ്റു സ്ഥാപനങ്ങളിലോ പഠിക്കുന്നുണ്ടാവും. അവരവരുടെ മക്കളെ നിങ്ങളാരും പോകരുത് എന്ന് പറഞ്ഞ് കലണ്ടറിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല. അത് വസ്തുതയുമല്ല. അദ്ദേഹത്തിന് അന്വേഷിക്കാവുന്നതാണ്. പിന്നെ ഭിക്ഷയാചിച്ച് സ്ഥാപനം നടത്തണമെന്നാണ് ഈ നടത്തുന്ന ഉസ്താദ് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമായിരിക്കും. പിന്നെ അദ്ദേഹം ഒരു പരിഹാരം പറയുന്നുണ്ട്, ഗൾഫിൽ പോയിട്ട് പിരിവ് നടത്തും. സഹോദര, അതും പിരിവന്നല്ലേ? സ്ഥാപനങ്ങൾ എന്തിനാണ് അനന്തമായി ദീർഘിപ്പിക്കുന്നു എന്നാണ്. അത് ആ സ്ഥാപനത്തിലൊന്ന് വന്നു നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ തലയെടുപ്പോടുകൂടെ ദീനിന് സേവനം ചെയ്യുന്ന കേരളത്തിൽ ഉടനീളമുള്ള സ്ഥാപനങ്ങളിൽ ഒന്ന് വന്നു നോക്കിയാൽ അറിയാം എന്തിനാണ് സ്ഥാപനം അനന്തമായി നീട്ടിക്കൊണ്ടുപോവേണ്ടത് എന്ന്. യതീമുകൾക്ക് ചെലവിന് കൊടുക്കാൻ സ്ഥാപനം നടത്തേണ്ടി വരുമോ ഇല്ലേ എന്ന്. മന്ദബുദ്ധികളും ഓട്ടിസം ബാധിച്ചവരുമാകുന്ന സമൂഹം പൊതുവെ തിരസ്കരിക്കുന്ന മക്കളെ സംരക്ഷിക്കാൻ സ്ഥാപനം തുടങ്ങേണ്ടി വരുമോ എന്ന്. അങ്ങനെ സ്ഥാപനം തുടങ്ങേണ്ടി വരുമ്പോൾ അതിന് ചെലവും വേണ്ടി വരും. മുതാലിമീങ്ങൾ പിരിച്ചാലും അധ്യാപകർ പിരിച്ചാലും പിരിവോ മറ്റു വരുമാന മാർഗങ്ങളോ ഏത് സ്ഥാപനത്തിനും മുന്നോട്ട് പോകാൻ ആവശ്യവുമായിരിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ലജ്ജയിൽ 2 അക്ഷരമാണ്, ക്ഷമിക്കണം 3 അക്ഷരമുണ്ട്. ഇനി ലജ്ജയിൽ എത്ര അക്ഷരമുള്ളത് മൗലികമായൊരു പ്രശ്നമല്ല. ലജ്ജ എന്ന് പറയുന്ന സംഭവം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ 10,000 അക്ഷരങ്ങൾ കൊണ്ടും അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെയും ആവർത്തിക്കുന്നില്ല, കച്ചവടം നടത്തുന്നത് അത്ര ലജ്ജാകരമല്ല. ദീനിന് വേണ്ടിയോ സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സമ്പത്തുള്ളവരിൽ നിന്ന് പിരിവ് നടത്തുന്നതും അത്ര ലജ്ജാകരമൊന്നുമല്ല. അദ്ദേഹം മറ്റെന്തോ ഭയം കൊണ്ട് പറയുന്നുണ്ട്, രാഷ്ട്രീയക്കാർ പിരിവ് നടത്തുന്നത് അത്ര പ്രശ്നമല്ല, അവർക്കതിന് അവകാശമുണ്ട്. എന്തവകാശം? രാഷ്ട്രീയ പാർട്ടികളിൽ മത്സരിച്ച് ജയിക്കുന്നവർക്ക് കനത്ത ശമ്പളമല്ലേ? അതിന്റെ പ്രവർത്തകർക്കൊക്കെ വേറെ രീതിയിൽ പാർട്ടിയും മറ്റും നൽകുന്ന വരുമാനങ്ങളില്ലേ? ആ ഫണ്ട് ഉപയോഗിച്ചല്ലേ അവര് സമ്മേളനങ്ങൾ നടത്തേണ്ടത്? പിന്നെ ഈ പാവപ്പെട്ട മനുഷ്യരെ പിരിവ് നടത്താൻ അവർക്ക് എന്ത് അവകാശമാണുള്ളത്? അവര് പിരിവ് നടത്താൻ പറ്റൂല്ലേ എന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവര് പിരിവ് നടത്തുന്നത് അവകാശമുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹം കലണ്ടർ വിൽപ്പനയ്ക്ക് വന്ന മുതാലിമിനോട് സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ വോയിസിൽ പറയുന്നത്, ഇവിടെ കുറച്ചാളുകളെ നല്ല സമ്പന്നരുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വലിയ ദരിദ്രരാണെന്നാണ്. 50 രൂപ കലണ്ടറിന് കൊടുക്കാൻ പറ്റാത്ത അവരാണോ പിന്നെ പാർട്ടിയുടെ വലിയ സമ്മേളനം നടത്താൻ പിരിവ് നടത്തുന്നത്? അവരോട് പിരിവ് നടത്താമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്.
പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അത് ആ നാട്ടിലെ വലിയ ആളുകളായിരിക്കും, വിദ്യാർത്ഥികളാവില്ല രാഷ്ട്രീയത്തിന് പിരിവ് നടത്തുന്നത്. കേരളത്തിലൊന്നുമല്ല ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട് രാഷ്ട്രീയക്കാർക്ക്, അവരും സമ്മേളനങ്ങൾ നടത്താറുണ്ട്, വലിയ പദ്ധതികൾ അവർക്കുണ്ട്, അതിനവർ പിരിവ് നടത്താറുണ്ട്. അല്ലാതെ അവരവരും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. കൊണ്ടുവരുന്ന ഒരു ശതമാനം അതിലുണ്ടാവും, ഉണ്ടായേക്കാം. അപ്പൊ വിദ്യാർത്ഥികളല്ല എന്നൊക്കെ പറയുന്നത് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതെന്ന് തുല്യമാണെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. വിദ്യാർത്ഥികൾക്ക് കമ്മീഷൻ കിട്ടുന്നതിനെയും അദ്ദേഹം ഭംഗ്യന്തരേന എതിർക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, പൊതുവെ സ്ഥാപനങ്ങൾ അങ്ങനെ കമ്മീഷൻ കൊടുക്കാറില്ല. പ്രചോദനത്തിനു വേണ്ടി അവരുടെ ബസ് ചാർജിനും ഈ യാത്രയിലുള്ള ചെലവിനൊക്കെ എന്തെങ്കിലും നൽകിയെന്ന് വരും. ഇനി കമ്മീഷൻ നൽകിയാൽ പോലും അതൊരു മോശമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സഹോദരൻ അടക്കം ഇത്തരം വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിമർശനങ്ങൾ എന്ന പേരിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല ഉദ്ദേശമായിരിക്കും സമൂഹം സംസ്കരിച്ച് കാണണമെന്ന്, വളരെ ഉന്നതിയിൽ ആത്മാഭിമാനത്തോടുകൂടെ തല ഉയർത്തി നിൽക്കണമെന്ന്. അതൊരു കലണ്ടർ വിൽപ്പന കൊണ്ട് തകർന്നു പോകുന്നതല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. സമുദായത്തിന്റെ അഭിമാനത്തെ വിഷമിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലോകത്ത്, അതിനെതിരെയൊക്കെ പ്രതികരിക്കും. അല്ലാതെ ഒരു പാവം മുതാലിൽ ഒരു കലണ്ടറുമായി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്ക് ഇതേ സമുദായം നാണം കെട്ട് വീണുപോയെന്നൊന്നും ആരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ കൂടുതൽ ഉണ്ടാവുക എന്ന് നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കണം. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അവിടുത്തെ ഇഹ്യാഉലുദ്ദീനിന്റെ അജായിബുൽ ഖുലൂബ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, അവിടുന്ന് ഒരു കല്ല് കടിച്ചു പിടിച്ചാണ് നടക്കാറുള്ളത്. എന്തിനാ? സംസാരിക്കുമ്പോൾ അത് എടുത്തു മാറ്റണം. എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് സാവകാശം ചിന്തിക്കാനാവണം, എന്നിട്ട് ബോധത്തിൽ പറയണം. നമ്മുടെ വീഡിയോസും നമ്മുടെ പ്രഭാഷണങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാകണം. അല്ലെങ്കിൽ അത് സമൂഹത്തിന് നമ്മൾ ഉദ്ദേശിച്ചതിലേറെ ദോഷം ചെയ്യും. ഒരു മുത്താലിം കലണ്ടർ വിളിച്ച് നടക്കുമ്പോഴേക്ക് ഈ സമുദായം തീരെ അശ്ലീലമാണെന്നും മാനം കെട്ടവരാണെന്നും അഭിമാനമില്ലാത്തവരാണെന്നും അവരതിന് പറഞ്ഞയക്കുന്ന ഉസ്താദുമാർ ഒന്നിനും കൊള്ളാത്തവരാണെന്നും ഒക്കെ വലിയ വായിൽ വീഡിയോ ഇറക്കുന്നതിന്റെ മുമ്പ് മനുഷ്യന്റെ സൗന്ദര്യത്തെ കുറിച്ച്, അവന്റെ ദീനിന്റെ മനോഹാരിതയെ കുറിച്ച് വിധങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന അദ്ദേഹവും മറ്റുള്ളവരൊക്കെ, ഞാനടക്കം, അത് ആലോചിച്ചു കൊണ്ടേയിരിക്കണം. ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ ദീനിന്റെ മനോഹാരിത, സൗന്ദര്യം അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാവുന്നു. ഇതേക്കുറിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പരിശുദ്ധ ദീനിന്റെ ആകെ മൊത്തം വിജ്ഞാനം 3 ഹദീസിൽ നിക്ഷിപ്തമാണെന്നും അതിലൊന്ന് ഇതാണെന്നും പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബുദ്ധിയോടുകൂടെ തന്നെ, നല്ല ഉദ്ദേശത്തോടുകൂടെ തന്നെ, സമൂഹം നന്നായി കാണണമെന്ന വിചാരത്തോടുകൂടെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ അതുകൊണ്ട് സമൂഹത്തിന് അഭിമാനമാണോ അപമാനമാണോ ഉണ്ടാവുക എന്ന് പ്രിയ സഹോദര, താങ്കളടക്കം ഞാനടക്കം എല്ലാവരും ആലോചിക്കട്ടെ. അതനുസരിച്ച് ചിന്താപൂർവം ബുദ്ധിപൂർവം മുന്നോട്ട് നീങ്ങാൻ നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ.